ദേവൻ രക്ഷപ്പെട്ടു. PC ജോർജ് കുടുങ്ങി. സുരേഷ് ഗോപിക്ക് അങ്ങേയറ്റം നാണക്കേട്. അബ്ദുള്ളക്കുട്ടി പുറത്തായി. അഖിൽ മാരാര് ചതിച്ചു. സത്യത്തിൽ ഈ കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എങ്ങോട്ടാണ് ഈ കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ പോക്ക് എന്ന് പറയുന്നത്? ഇതിനൊപ്പം ചേർക്കേണ്ട രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജനഗണഗണമന എന്ന് പറഞ്ഞ് പെട്ടുപോയ രാജീവ്. അതെ അതെ. രണ്ടാമതായിട്ട് ഇതോടൊപ്പം തന്നെ പറ്റിക്കപ്പെട്ട ഒരാളുണ്ട്, കെ സുരേന്ദ്രൻ. അതെ അതെ. പിന്നെ തഴയപ്പെട്ട അല്ലെങ്കിൽ ചവിട്ടി മൂലക്കിരുത്തപ്പെട്ട മറ്റൊരു സ്ഥാനമോഹിയുണ്ട്, അല്ലെങ്കിൽ ഒരു തീപ്പൊരിയുണ്ട്, ശോഭാ സുരേന്ദ്രൻ. അതായത് കേരള BJPയിൽ തലങ്ങും വിലങ്ങും കൂട്ടയടിയും കൂട്ടക്കരച്ചിലുമാണ്. ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഇവന്റെ വീട്ടിൽ കറണ്ട് പോയാൽ പിന്നെ കൂട്ടയടിയും കൂട്ടക്കരച്ചില്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് കേരള BJPയിലാണ്. അതായത് കേരള BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾ, അതായത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ, അവരെ സംബന്ധിച്ച് വളരെ വലിയ രീതിയിൽ എന്ന് പറയാവുന്ന പോലെ 3 അക്കൗണ്ടുകൾ തുടങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് നൂലിൽ കെട്ടിയിറക്കാത്ത, ഓട് പൊളിച്ചു വരാത്ത ഒരു കേന്ദ്രമന്ത്രി, ഒരു MP, ജനാധിപത്യപരമായ രീതിയിൽ വോട്ട് ചോരി എന്ന ആരോപണം ഉണ്ട് എന്നത് ശരിയാണ്, മാറ്റി നിർത്താം. എങ്കിൽ പോലും സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ട് ജയിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കേരള BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ തെളിവാണ്, അല്ലെങ്കിൽ കേരളത്തിൽ BJP തഴച്ചു വളരുന്നതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് ഈ TG മോഹൻദാസിനെ പോലെയുള്ള സൈദ്ധാന്തികർ ഇരുന്ന് തള്ളിയിരുന്നത്. പക്ഷേ അവരുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇത് പടുകുഴിയിലേക്കുള്ള വീഴ്ചയായി തന്നെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം അബ്ദുള്ളക്കുട്ടി ഏതാണ്ട് 5 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, അബ്ദുള്ളക്കുട്ടി ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസ് വിടുകയാണ്. അപ്പം അതിനു മുമ്പ് CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നു. കോൺഗ്രസ് വിട്ട് നരേന്ദ്രമോദിക്ക് അപദാനങ്ങൾ പാടി ഗുജറാത്ത് മോഡൽ വികസനം ഗംഭീരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ആ സമയത്ത് സോളാർ കേസിൽ സരിതയെ രാത്രി വിളിച്ച് കൊഞ്ചിക്കൊഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആരോപണം ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് DYFIക്കാർ കണ്ണൂരിൽ തല്ലാൻ പിടിച്ചപ്പോൾ ഇങ്ങനെ തൊഴുത് നിലത്ത് വീണ് കിടക്കുന്ന അബ്ദുള്ളക്കുട്ടിയുടെ ദൃശ്യങ്ങളൊക്കെ അന്ന് വളരെ ചർച്ചയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് അബ്ദുള്ളക്കുട്ടി പതിയെ BJPയിലേക്കുള്ള ചാട്ടം തുടങ്ങുന്നത്. അങ്ങനെ ആശാൻ BJPയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത്, അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞത് ദേശീയ മുസ്ലിം എന്നാണ്. അതായത് മുസ്ലിം വിഭാഗം ഞങ്ങളോടൊപ്പമാണ്, മുസ്ലിം വിഭാഗത്തെ ചേർത്ത് നിർത്തിയാണ് BJP മുന്നോട്ട് പോകാറുള്ളത്. അതായത് ഇപ്പോഴത്തെ PC ജോർജിനെയും ഷോൺ ജോർജിനെയൊക്കെ പറ്റിച്ച പോലെ അതിനു മുമ്പ് ഈ പറ്റിക്കാൻ തുടങ്ങിയ ആളാണ് ഈ അബ്ദുള്ളക്കുട്ടി. അബ്ദുള്ളക്കുട്ടി പോലും ഞെട്ടിപ്പോയി, ഇത് എന്തുകൊണ്ടാണ് ഇവർ ഒരു വശത്ത് ഇതേ പേരുള്ള ആളുകളെ മുഴുവൻ ജിഹാദി, രാജ്യദ്രോഹി, പച്ച, പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് ഇവിടെ വന്നിട്ട് അബ്ദുള്ളക്കുട്ടി ദേശീയ മുസ്ലിം. അബ്ദുള്ളക്കുട്ടി ഒരു ചിരിയുണ്ട്, ഈ ഒരു നാടൻ പ്രയോഗമുണ്ട്, എലി പുന്നല് കണ്ട പോലെ എന്ന് പറയും, അതുപോലെയാണ് പുള്ളിയുടെ ചിരി, ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പൊ ആശാന്റെ ചിരി ആ വേദിയിൽ കാണണമായിരുന്നു. ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞപ്പോ ഒരു സിനിമയില് സലിം കുമാർ സ്രാങ്ക് എന്ന് പറഞ്ഞ കഥാപാത്രം, ഇത് എനിക്ക് വട്ടായതാണോ നാട്ടുകാർക്ക് മൊത്തം വട്ടായതാണോ എന്ന് പറഞ്ഞ പോലെ BJPക്കാർ മൊത്തം നോക്കിയിട്ട് അബ്ദുള്ളക്കുട്ടി ഇത് എനിക്കാണോ അത് ഇവർക്കാണോ വട്ട് എന്ന പോലെ നമുക്ക് തോന്നിയത്. അത്രയും കോമഡി ആയിരുന്നു. അത് ദേശീയ മുസ്ലിമായ അബ്ദുള്ളക്കുട്ടി BJP എടുക്കുന്നു. മുസ്ലിങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് BJP. അബ്ദുള്ളക്കുട്ടിയിലൂടെ മുസ്ലിങ്ങൾക്കിടയിലേക്ക് BJP വ്യാപിക്കുകയാണ്. ഇതാണ് അവരുടെ ഫസ്റ്റ് ക്യാമ്പയിൻ കേട്ടോ. അതിനുശേഷം ഒരു സുൽഫത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ട് മലപ്പുറത്ത്. അവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിലോ മറ്റോ, എനിക്ക് തോന്നുന്നു തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ കാൻഡിഡേറ്റ് ആക്കി, സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു. അങ്ങനെ മുസ്ലിങ്ങളായിട്ടുള്ള കുറെ അവതാരങ്ങൾ, തലയിൽ കെട്ടും തട്ടവും ഒക്കെ ഇട്ടിട്ടുള്ള ഓരോ രൂപങ്ങൾ BJPയുടെ റാലികളിൽ പ്രത്യക്ഷപ്പെടുന്നു. BJPക്ക് വേണ്ടി പല രീതിയിൽ BJP ഗംഭീരമാണ് എന്നൊക്കെ പറയും. നാസറോ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു നേതാവൊക്കെ ഉണ്ടായിരുന്നു, ന്യൂനപക്ഷ മോർച്ചയുടെ. പെട്ടെന്ന് ഒരാൾ ഉയർന്നു വരുന്നു. BJPയിൽ സർവ്വം മുസ്ലിംമയം. നോമ്പ് തുറയ്ക്ക് BJPയുടെ ആളുകൾ സന്ദേശവുമായിട്ട് പോകാൻ പോകുന്നു മലപ്പുറത്ത്. കണ്ണൂരിൽ അബ്ദുള്ളക്കുട്ടി BJP അദ്ദേഹത്തെ ഹജ്ജ് കമ്മിറ്റിയുടെ എന്തോ ചുമതലയൊക്കെ ഏൽപ്പിച്ചു. ഹജ്ജിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാജിമാർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചതാണെന്നൊക്കെ പറയുന്നു. അവസാനം 4 വർഷം കഴിഞ്ഞ് പഠിച്ച് പുറത്താക്കി. ഒന്നും വേണ്ടിയില്ല, ഒരു സ്ഥാനമില്ല, അടിച്ച് പുറത്താക്കി. അതായത് ദേശീയ ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന പദവിയാണ് കൊടുത്തത്. അത് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്ന കേരളത്തിൽ നിന്ന് അത്രമേൽ ദേശീയ തലത്തിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ള ഒരാളോ രാജഗോപാലാണ്. അതല്ലാതെ അത്രയും വലിയൊരു പൊസിഷനിലേക്ക്, അതായത് 2ാമത്തെയോ 3ാമത്തെയോ ആളാണ് ദേശീയ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് BJPയുടെ ദേശീയ തലത്തിൽ. അത്രയും വലിയൊരു പദവിയാണ് അബ്ദുള്ളക്കുട്ടിക്ക് കൊടുത്തത്. ഹജ്ജ് കമ്മിറ്റിയുടെ തലപ്പത്ത് കൊണ്ടിരുത്തി.
ഇദ്ദേഹത്തെ കൽക്കട്ടയിലും ബംഗാളിലെ പലയിടങ്ങളിലും ഒക്കെ പ്രചാരണത്തിന് കൊണ്ടുപോയിട്ടുണ്ട് ബി ജെ പിയുടെ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്ക് തോന്നുന്നത് ഈ യോഗി ആദിത്യനാഥ് ഇപ്രാവശ്യം അധികാരത്തിലേറുന്നതിന് മുമ്പായിട്ട് നടന്ന തെരഞ്ഞെടുപ്പ് ആ പ്രചാരണം ആ ഘട്ടത്തിൽ കേരളത്തെ പോലെ ആകാതിരിക്കാൻ യോഗിക്ക് വോട്ട് ചെയ്യും, യു പി കേരളം പോലെ ആകാതിരിക്കാൻ വേണ്ടി യോഗിക്ക് വോട്ട് ചെയ്യുന്നൊരു ക്യാമ്പയിൻ നടന്നിരുന്നു. യോഗി ആദിത്യനാഥ് തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടം കേരളം പോലെ ആകാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ ജയിപ്പിക്കണം കേട്ടോ എന്ന് എല്ലാവരോടും വിളിച്ചു പറയുന്നൊരു അത് വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. ഈ കേരള സ്റ്റോറിയൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് വന്നൊരു പ്രചാരണമാണ്. അപ്പോൾ അന്ന് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അബ്ദുള്ള. സ്വന്തം നാടിനെക്കുറിച്ച് സ്വന്തം നാട്ടുകാരെക്കുറിച്ച് അവിടെ യോഗി ആദിത്യനാഥും BJP യും നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുമ്പോൾ അതൊക്കെ കണ്ട് പല്ലിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അബ്ദുള്ള കുട്ടി. പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല. കാരണം CPM-ൽ നിന്ന് പോയി, കോൺഗ്രസിൽ നിന്ന് പോയി, അപ്പോൾ BJP-യിൽ നിന്ന് വെട്ടീനി എവിടെ പോകും? ഇനി പോകാൻ അറബിക്കടലിൽ മാത്രമേ ബാക്കിയുള്ളൂ, എടുത്തങ്ങ് ചാടിക്കൂടുക. കാരണം അബ്ദുള്ള കുട്ടിയെ ലക്ഷദ്വീപിൽ പരീക്ഷിച്ചു, പശ്ചിമ ബംഗാളിൽ പരീക്ഷിച്ചു, പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പരീക്ഷിച്ചു, ഒരു ഗുണവും ഉണ്ടായില്ല. കേരളത്തിൽ ഹാജിമാർക്ക് വേണ്ടി മോദി സർക്കാർ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പലയിടത്തും ഇയാൾ പ്രചാരണം നടത്തി, ഒരു ചുക്കും സംഭവിച്ചില്ല. അതോടുകൂടി കറിവേപ്പില കണക്ക് അല്ലെങ്കിൽ ഒരു ഉപകാരവും ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് എടുത്ത് തട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. പിന്നെ ഈ അബ്ദുള്ള കുട്ടിക്ക് ശേഷം ഇപ്പോൾ അബ്ദുള്ള കുട്ടി ഔട്ടായി. അപ്പോൾ അബ്ദുള്ള കുട്ടി വന്ന സമയത്തെ ആ ഒരു വലിയ ഒരു ബിംബവും എന്താണ് ഭയങ്കര സംഭവമായിട്ട് അവതരിപ്പിക്കുന്നു. എല്ലാ പൊതുപരിപാടികളിലും അബ്ദുള്ള കുട്ടിയെ പങ്കെടുപ്പിക്കുന്നു, അബ്ദുള്ള കുട്ടിയെ കൊണ്ട് റോഡ് ഷോ ചെയ്യിക്കുന്നു, കേരളത്തിലെ BJP-യുടെ ഏത് പരിപാടിക്കും അബ്ദുള്ള കുട്ടിയെ ക്ഷണിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ ഒരു വശത്ത്. അപ്പോൾ ഒരു വശത്ത് ഈ പേരുകാരൊക്കെ ഞാൻ പറഞ്ഞ പോലെ ജിഹാദി, പച്ച, ഹലാൽ ജിഹാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇയാളെ എടുത്തിട്ട് പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താനുള്ള ഒരു വലിയ പരിപാടിയായിരുന്നു. അങ്ങനെ രാജ്യം മുഴുവൻ അബ്ദുള്ള കുട്ടിയെ വിട്ടു, ഓരോടത്തും ഇയാളെ കൊണ്ടൊരു കാര്യം ഉണ്ടായാലും തട്ടി. അപ്പോൾ കൊണ്ടുവരുന്ന സമയത്ത് അബ്ദുള്ള കുട്ടിക്ക് വലിയ സ്വീകരണവും, തട്ടിയപ്പോൾ ഒരൊറ്റ തട്ടുമായിരുന്നു. ഇത് ഓർത്തു വെച്ചോണം. പിന്നെ ഇതേപോലെ വലിയ ആർപ്പുവിളിയും കുരവയും ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം കൃഷ്ണകുമാർ, ഞാൻ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞു, കൃഷ്ണകുമാർ സിനിമയിൽ നിന്ന് പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, വിളിച്ചു പോവുകയാണ്, ഞാനും ചാണകം, നീയും ചാണകം, നമ്മളെല്ലാം ചാണകം. ഭയങ്കരമായിട്ട് പുള്ളി അഡിക്റ്റ് ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരാൾ പൊട്ടം കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃഷ്ണകുമാറിന്റെ അന്നത്തെ ബൈറ്റുകളാണ്. ഒരു ഹിസ്റ്റീരിയ ബാധിച്ച പോലെയാണ് ഇയാൾ ഓരോടത്തും പോയിട്ട്. അതായത് ഇത്രയും കാലം BJP-ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, സംഘപരിവാറിന് വേണ്ടി, RSS-ന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളിൽ ഒന്നും കാണാത്ത ന്യായീകരണം, എന്താ പറയുക, വെല്ലുവിളി, സംഘത്തിന് വേണ്ടി മരിക്കുമെന്ന രീതിയിലുള്ള ഇതൊക്കെ ആയിട്ട് അങ്ങ് ഉറഞ്ഞു തുള്ളുകയായിരുന്നു കൃഷ്ണകുമാർ. ഇവരും BJP-ക്കാരും മാക്സിമം ഇവനെ സപ്പോർട്ട് ചെയ്ത് വിട്ടു. അവസാനം ഇലക്ഷൻ നിർത്തി 8 നിലയിൽ പൊട്ടി അവസാനം ഒരു പദവി കൊടുത്തു. ശരിയാണ്, ദേശീയ തലത്തിലുള്ള പദവിയാണ്. പക്ഷെ കൃഷ്ണകുമാർ എന്ന സിനിമാക്കാരൻ, അവന്റെ ഉപജീവനം, അവന്റെ രീതി എല്ലാം കഴിഞ്ഞു. അപ്പൊ മക്കളെ യൂട്യൂബിൽ നന്നായിട്ട് പോകുന്നുണ്ട്. ഇയാൾ ഇനി അവിടെയും കയറി കളിച്ചാൽ അതും കൊള്ളാവും. അദ്ദേഹത്തിന്റെ ഇതിലേക്ക് വന്നതിന് ശേഷം സിനിമയൊന്നും കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്നു. ജനങ്ങൾ വെറുത്തു തന്നെ, ഒരുപാട് പേരെ നെഗറ്റീവ് പരസ്യമായി പറഞ്ഞ ആളാണ് കൃഷ്ണകുമാർ. ഇപ്പൊ ഇന്നലെ സിനിമാടൻ ദേവൻ BJP-യിൽ നിന്ന് പോവുകയാണെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഒരു പൊതുപരിപാടിയിൽ വെച്ചാണ് ആ ഞെട്ടിക്കുന്ന പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. ആ പ്രഖ്യാപനത്തിന് ശേഷം എന്താണ് സംഭവിച്ചത്? ദേവൻ തന്നെ പറയുന്നു സുരേഷ് ഗോപി വിളിച്ചു എന്നാണ്. സുരേഷ് ഗോപി വിളിച്ചിട്ട് ദേവന്റെ കാല് പിടിക്കുകയാണ്, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. ദേവൻ പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടാവുക. അതിനുശേഷം ദേവൻ വന്നിട്ട് ചാനലുകളോട് പറയുന്നത്, സുരേഷ് ഗോപിയെ ഞാൻ എന്തിനും കേൾക്കണം, അദ്ദേഹം വഴിയല്ല ഞാൻ വന്നത്, പിന്നെ ആളോട് എന്തിനാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി എന്ന BJP പൊക്കി വെച്ച ബിംബം താഴെ വീണ് തകരെയാണ്. ഇവനോടൊക്കെ എന്തിനാ ഞാൻ വർത്താനം പറയുന്നതെന്ന് തന്നെയാണ് ദേവൻ ചോദിച്ചതിന്റെ പച്ചയായ അർത്ഥം. അതായത് സുരേഷ് ഗോപി വന്നതിന് ശേഷം BJP-യിലേക്ക് സിനിമാക്കാരുടെ ഒഴുക്കായിരിക്കും, സെലിബ്രിറ്റികളുടെ ഒഴുക്കായിരിക്കും, പലരും പാഞ്ഞു വരും. ഇവിടെ നിന്ന് അങ്ങ് എന്താ പറയുക, ആ രീതിയിലായിരുന്നു ഇവിടെ BJP-ക്കാരുടെ അഹങ്കാരികളുടെ പാർട്ടിയായും BJP മാറിയിരിക്കുന്നു. CPM പോലെയല്ല. CPM-നെ ഏൽറ്റിട്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം, തിരിച്ചടി എന്ന് പറയുന്നത്, ഈ പറയുന്ന 10 വർഷക്കാലം പിണറായി വിജയന്റെ ഭരണത്തെ തുടർന്ന് CPM-മാരൊക്കെ അഹങ്കാരികളായി. അതുകൊണ്ട് അവർക്ക് ജനങ്ങളുടെ മനസ്സറിയാൻ കഴിയുന്നില്ല, ജനങ്ങളെ ധിക്കാരത്തോടുകൂടി സമീപിക്കുന്നു, ജനങ്ങൾ അങ്ങനെ CPM-നെ വെറുത്തു എന്നാണ് ഒരു നെറേറ്റീവ് ഉള്ളത്. അതിനേക്കാൾ ആ നെറേറ്റീവ് കൊണ്ടുവന്നത് BJP-ക്കാരാണ്. അതിനേക്കാൾ തീക്ഷ്ണമായ മോശം അവസ്ഥയിലേക്ക് BJP പോവുകയാണ്. BJP-ക്കാർക്ക് ഭയങ്കര അഹങ്കാരമാണ്. ദേശീയ രാഷ്ട്രീയം ഞങ്ങളുടെ കയ്യിലാണ്, ഞങ്ങൾ വിചാരിച്ചാൽ കേരളത്തിൽ അങ്ങ് ഒലത്തിക്കളയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് എന്ന് പറയുന്ന ഒരുവനുണ്ട്, ജനറൽ സെക്രട്ടറി അവരുടെ. ഇയാളെ ടോർച്ച് സുരേഷ് എന്നാണ് ഇരട്ടപ്പേരിട്ട് വിളിക്കുന്ന ആളുകൾ. അത് ഞാൻ അങ്ങനെ വിളിക്കുന്നില്ല, അത് വിളിക്കുന്ന കാര്യം പറഞ്ഞാണ്. അതായത് മോദിയോ മറ്റോ കോഴിക്കോട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് തെളിച്ച് എല്ലാവരും
ഹർഷാരവും മുഴക്കൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോർച്ച് സുരേഷ് എന്ന് വിളിപ്പേര് കിട്ടിയ ഒരു മനുഷ്യനാണ്. പ്രാസംഗികനാണ്, നല്ല രസമുള്ള മനുഷ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഇപ്പോൾ ഫണ്ട് വെട്ടിപ്പടക്കമുള്ള കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. BJPയിൽ ഇന്റേണൽ അന്വേഷണം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരെ BJPയിലെ ഹാർഡ് കോർ ആയിട്ടുള്ള പലരും പല ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ എൻ്റെ അടുത്ത് നേരിട്ട് നടത്തിയിട്ടുണ്ട്. ആ പറയുന്ന സുരേഷ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ജനങ്ങളെ മുഴുവൻ അങ്ങ് വെല്ലുവിളിക്കുകയാണ്. വന്ദേമാതരം മുഴുവൻ ചൊല്ലിയില്ലെങ്കിൽ വിവരമറിയും. ഇവൻ ആരാ? ഇവൻ പ്രധാനമന്ത്രിയോ? ഇയാൾ ആരുവാ? പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മുഖ്യമന്ത്രിയോ ഈ നാട്ടിലെ പോലീസ് ചീഫോ? ഇവരങ്ങ് ജനങ്ങളെ മുഴുവൻ അത് അഹങ്കാരമാണ്. അധികാരത്തിൻ്റെ മത്ത്, കോടികൾ ഒഴുകുന്നതിൻ്റെ അഹന്ത, തിന്നിട്ടെല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടുള്ള ഒരു ജനങ്ങളെ മുഴുവൻ പുച്ഛിക്കുന്ന മാനസികാവസ്ഥ. ഈ ധൈര്യം, ഈ ആർജവം ഇവന് അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ളയെക്കുറിച്ച് പറയാനുണ്ടായില്ലല്ലോ. എന്തേ അവരില്ലാത്തത്? കേന്ദ്ര സർക്കാർ എത്ര രൂപ വയനാട് ദുരിതാശ്വാസമായി കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവൻ വാവൂട്ടുമല്ലോ, മിണ്ടില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ CJP പ്രൊട്ടസ്റ്റിനെ തുടർന്ന് ഒരു മന്ത്രി രാജിവെക്കേണ്ട അവസ്ഥ വന്നത്? അത് കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേടല്ലേ എന്ന് ചോദിച്ചാൽ മിണ്ടില്ലല്ലോ. ഈ വക കാര്യങ്ങളിലൊന്നും ഒരു അക്ഷരം മിണ്ടില്ല. എന്നിട്ട് ഇതുപോലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ച് കുറേ സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് ഇവരിലൂടെ BJP അങ്ങ് കേരളത്തിൽ വളരുമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കാനാ? ഇപ്പോൾ സുരേഷ് ഗോപിയുടെ സർവ്വവിലയും പോയി. പിന്നെ നോക്കുക, വേറെ ആ ലിസ്റ്റിലേക്ക് നോക്കുക, എത്ര ആളുകളുണ്ട്. പിന്നെയുള്ളത് K. സുരേന്ദ്രൻ, കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, ഇപ്പോൾ ജനറൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ആക്കിയിട്ട് എന്ത് കാര്യം? ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് വെറും പറ്റീര് പോസ്റ്റാന്നേ. ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് വിട്ടതാണ്, ഇനി ഇങ്ങോട്ട് വരേണ്ട, അവിടുത്തെ കാര്യം നോക്കി അവിടെ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാണ്. ഇപ്പോൾ K. സുരേന്ദ്രന് ശരിക്കും പറഞ്ഞാൽ ഒരു മുൻ അധ്യക്ഷനെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന പദവി കൊടുത്ത് പറ്റിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ വീണ്ടും തിരിച്ച് അധ്യക്ഷനാക്കേണ്ടതാണ്. കാരണം കേരള BJPയിൽ ഇത്രയും സക്സസ് റേറ്റ് ഉള്ള ഒരു അധ്യക്ഷൻ വേറെ ഉണ്ടായിട്ടില്ല BJPക്ക്. ഇദ്ദേഹമുള്ള സമയത്താണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നത്. അതിപ്പോൾ സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവമാണെന്ന് വാദം ഉന്നയിക്കുന്നവരുണ്ടാകാം. പക്ഷേ സംഘടനാപരമായിട്ട് K. സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് അത്രയും വലിയ ഒരു സക്സസ് റേറ്റ് തൃശ്ശൂരിൽ ഉണ്ടായത്. ചെറിയ ഭൂരിപക്ഷമല്ല, 70-75,000 ഭൂരിപക്ഷമാണ് ഉണ്ടായിരുന്ന സമയത്തും. എനിക്ക് തോന്നുന്നു BJPയിൽ ഇത്രയും മണ്ടത്തരങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്ന അണികൾ ആ ടൈമിലുണ്ടായിരുന്നില്ല. ഉണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്, സ്റ്റേറ്റ്മെന്റും ഉണ്ട്, ആ പാർട്ടിയെ തന്നെ തുറയ്ക്കുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് തോന്നുന്നു K. സുരേന്ദ്രൻ മാറി കഴിഞ്ഞപ്പോൾ ഇപ്പം നടന്ന ഇലക്ഷന് എത്ര മണ്ടന്മാരെ ഒരുമിച്ച് ഒരു കൂട്ടിൽ കെട്ടിയിട്ടെന്നൊക്കെ പറയുന്നത് പോലെയാണ്. സുരേന്ദ്രനുള്ള കാലത്ത് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നമ്മളൊരു ചർച്ച പറഞ്ഞ പോലെ ഈ മണ്ടന്മാർ മുഴുവൻ കൃത്യമായിട്ട് അവിടെ പോയി ചേരുന്നതാണോ അതോ അവിടെ ചെന്നതിന് ശേഷം മണ്ടന്മാരായി പോകുന്നതാണോ നമുക്കറിയില്ല. ഇപ്പം അനിൽ ആന്റണി, AK ആന്റണിയുടെ മകനാണ്. അദ്ദേഹം BJPയിലേക്ക് വന്ന സമയത്ത് ഇതേ സുരേന്ദ്രൻ പറഞ്ഞ വാചകങ്ങളുണ്ട്. ഇനി ക്രിസ്ത്യാനികളുടെ ഒഴുക്കായിരിക്കും BJP. ഇങ്ങനെ പറയുന്നത്, ക്രിസ്ത്യാനികളുടെ ഒഴുക്കായിരിക്കും. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് യുവ നേതാക്കൾ ഇങ്ങനെ ഒഴുകി വരില്ലേ. എവിടെ ആരും വന്നില്ല. എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി PC ജോർജിനെ ഇറക്കി, ഷോൺ ജോർജിനെ ഇറക്കി, രണ്ടാൾ എറിഞ്ഞു തോറ്റു. ഇത് മാത്രമല്ല, അവർക്കിനി ഒരു തരത്തിലുള്ള കരിയർ ഗ്രോത്തും ഈ പൊളിറ്റിക്കൽ കരിയർ ഗ്രോത്തും ഉണ്ടാവില്ല. FCRA വിഷയം വന്നതോടുകൂടി ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ പൂർണ്ണമായും ഇവരെയൊക്കെ ഒറ്റപ്പെടുത്തുകയാണ്. ദീപിക പത്രം പോലും PC ജോർജിനെതിരെ നിന്നു എന്നാണ് PC ജോർജ് തന്നെ വെളിപ്പെടുത്തുന്നത്. പള്ളിയിൽ അച്ഛനെയും ഇടവക വികാരിനെയൊക്കെ കയറി ചീത്ത കുറിക്കുക, ഭള്ളു പറയുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു BJP നേതാവിനെ അവരെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ PC ജോർജ് പറയുന്നത് സംഘപരിവാറാണ് നിങ്ങളുടെ സംരക്ഷകരെന്നാണ്. അതേ PC ജോർജാണ് ദീപികയിൽ ഒരു വാർത്ത വന്നില്ല എന്നും പറഞ്ഞ് ദീപിക പത്രത്തെയും അച്ഛന്മാരെയൊക്കെ ചീത്ത വിളിക്കുന്നത്. ഇവരുടെ യഥാർത്ഥ മുഖം അതാണ്. ഇവർക്ക് ക്രൈസ്തവരോടുള്ള സ്നേഹമോ മുസ്ലിങ്ങളോടുള്ള സ്നേഹമോ ഒന്നുമില്ല. അത് ഹിന്ദു വിഭാഗത്തിൽ പോലും, അതായത് ഹൈന്ദവരും ഇവരുടെ വിഷയമല്ല. ഇവരുടെ വിഷയം അല്ലെങ്കിൽ ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉയർന്ന വിഭാഗത്തിൽ നായർ, നമ്പൂരി തുടങ്ങിയ ജാതീയമായിട്ട്. ഇപ്പോൾ ഞാൻ ഇന്നാള് എന്നോട് ഒരു ചിന്തകൻ പറഞ്ഞതാണ്, അദ്ദേഹത്തെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉള്ളപ്പോഴാണ് ഇവർക്ക് ക്രിസ്ത്യാനി മുസ്ലിം എന്നൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹിന്ദുക്കൾ മാത്രമായാൽ പിന്നെ അവിടെ ജാതിയായി, ദളിതനായി, ശൂദ്രനായി, അടിമപ്പണിക്കാരനായി, ഇവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവരുടെ ഒരു സെക്ഷൻ വേറെ ഉണ്ടാക്കുന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഈ മണ്ടത്തരങ്ങളാണെങ്കിൽ പോലും ഈ മണ്ടത്തരങ്ങൾക്ക് ഒരു അറുതി വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ മണ്ടത്തരങ്ങൾ എന്ന് പറയുന്നത് ഈ സമൂഹത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് പലപ്പോഴും മാറുന്നുണ്ട്. അതായത് ഇപ്പോൾ സുരേഷ് കേരളം പോലൊരു സംസ്ഥാനത്ത് വന്നിട്ട് വന്ദേമാതരം മുഴുവൻ പാടിയില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പറയുന്നത് തികഞ്ഞ മണ്ടത്തരമാണ്. പക്ഷെ ഇവർക്ക് മനസ്സിലാകുന്നില്ല, ഈ പറയുന്നത് പൊട്ടത്തരമാണ്, ജനങ്ങൾ മുഴുവൻ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുന്നില്ല.
ഇവരുടെ ഇത്തരം വെല്ലുവിളികൾ കേട്ടിട്ട് ചില അന്ധഭക്തരായിട്ടുള്ള ഈ പറയുന്ന സുമേഷ് കാവിപ്പട ടൈപ്പ് ആളുകൾ ഇതൊരു മിഷനായിട്ട് എടുത്തിട്ട് റോഡിൽ കൂടെ പോകുന്നവരെ ചിലപ്പം വന്ദേമാതരം പാടാന്ന് പറഞ്ഞ് അടിക്കുന്നു. ഇപ്പൊ യു പിയിൽ കാണുന്നതാണ്. മുസ്ലിങ്ങളെ നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുക, ഭക്ഷണം സൗജന്യ ഭക്ഷണം കൊടുക്കുന്നിടത്ത് ഒരാൾ വരുമ്പോൾ ജയ് ശ്രീറാം വിളിച്ചാലേ ഭക്ഷണം തരുമെന്ന് പറയുക. ഈ കൻവാർ യാത്ര എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ നടന്നു പോകുന്നൊരു യാത്ര, അതിനിടയിൽ വാഹനങ്ങൾക്ക് നേരെ, ഇന്നലെ സ്കൂളുകൾക്ക് നേരെ, സ്കൂൾ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുക. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അവിടെ ചില കുട്ടികൾ ഈ BJPയുടെ ഒക്കെ റാലികളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അശ്ലീല ആംഗ്യം കാണിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന വീഡിയോകൾ, അത് വളരെ വൃത്തികെട്ട ആംഗ്യങ്ങൾ, തെറിവിളികളൊക്കെയാണ്. സ്കൂളിൽ നിന്ന് പോകുന്നില്ല അവന്മാർ, ഫുൾ ടൈം BJPയുടെ DJ പാർട്ടിയുടെ കൂടെ നടക്കുകയാണ്. ഒരു ചക്കനുണ്ട്, ഒരു കോലും പിടിച്ചിട്ട് മോദി 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 എന്ന് പറഞ്ഞ് തെക്ക് വടക്കോടലെ അവൻ്റെ പണി. ഇവൻ എന്നിട്ട് നാളെ ഏതോ ഒരു കടയിൽ ചെന്നിട്ട് അയാളുടെ കടക്കാരനൊരു താടി വെച്ചെന്നും പറഞ്ഞിട്ട് അവനെ വട്ടിയെടുത്ത് അടിക്കുകയാണ് ഇവൻ്റെ തന്തയും കൂടിയിട്ട്. ഇതുപോലെയുള്ള ഒരുപാട് ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇത് മണ്ടത്തരമാണ്. പക്ഷെ ഇത് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഒരു കൂട്ടം മണ്ടന്മാരെ സൃഷ്ടിക്കുകയാണ്, ഒരു കൂട്ടം വിഡ്ഢികളുടെ ഒരു വലിയ കൂട്ടം ഉണ്ടാവുകയാണ്. ആരെന്ത് പറഞ്ഞാലും, ഒരു കമാൻഡ് വന്നാലും എന്ത് മണ്ടത്തരവും എന്ത് ക്രൂരതയും ചെയ്യുന്ന ഒരു വിഭാഗം രൂപീകരിക്കപ്പെടുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം ഞാൻ പറയില്ലേ, എത്ര വലിയ പാൽപ്പായസമാണെങ്കിലും അറ്റത്ത് ഇത്തിരി പട്ടിക്കാട്ടം വെച്ചാൽ പോയില്ലേ? ഇതേ അവസ്ഥയാണെന്ന്. എത്ര സമത്വസുന്ദരമായ കേരളമാണ്, മതനിരപേക്ഷ കേരളമാണ്, ഇത്ര ഗംഭീരമായ കേരളമാണ്. ഇതുപോലെ കുറച്ചെണ്ണം മതിയെന്ന് ഇവിടെ നശിക്കാൻ. ഒരു വാഹനാപകടം ഉണ്ടായാൽ ഇതിൽ പരിക്കേറ്റ് കിടക്കുന്നവരുടെ ജാതി നോക്കുക, വണ്ടി ഓടിച്ചവൻ ഏത് മതക്കാരനാണെന്ന് നോക്കുക, ആ വണ്ടി ഓടിച്ചവൻ മറ്റേ മതക്കാരനാണെങ്കിൽ ഇത് മറ്റേ അജണ്ടയാണെന്ന് പറയുക, ഹോട്ടലുകൾ പേര് നോക്കി കഴിക്കുക. ഇതൊക്കെ ഇന്നുപോലെ ഇവിടെ കേരളത്തിലുണ്ടായത്. ഇവരിവിടെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയപ്പോൾ മുതലാണ്, ഇവന്മാരിവിടെ ആക്റ്റീവ് ആവാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ഈ പറയുന്ന ഈ ഹോട്ടലുകളുടെ പേരിൽ പോലും മതം കണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് അവിടെ കിട്ടുന്ന ഭക്ഷണം നല്ലതാണോ, മായം കലർത്താത്ത ഫുഡാണോ, നല്ല ഭക്ഷണമെന്ന് നോക്കിയാൽ പോരെ. ഇത് ഉണ്ടാക്കുന്ന ആളുടെ പേരെന്താണ്, കുക്കിൻ്റെ പേരെന്താണ്, ഇതൊക്കെ ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന സമീപനം നമ്മുടെ നാട്ടിൽ കുറേ പേര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, പഴയൊരു സുഹൃത്ത്, അവൻ്റെ മകളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മറ്റന്മാരായിട്ട് കൂട്ടുകൂടരുന്ന, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു, 4 വയസ്സുള്ളൂ കൊച്ചിന്, 4-5 വയസ്സുള്ളൂ, സ്കൂളിൽ പോകുന്ന കൊച്ചിനോട് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഒരാളെ പേര് നോക്കിയിട്ട് ആ പേരുകാരാണെങ്കിൽ കൂട്ടുകൂടരുന്ന. ഇതുപോലെ ഇത് നമുക്കറിയാം, ഇത് പൊട്ടത്തരമാണ്. പക്ഷെ ഇത് യാഥാർത്ഥ്യം. ഇത് ഈ ഒരു തലമുറ, ആ കൊച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും വളർന്നു വരുമ്പോൾ? ആ കൊച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ BJPയിലേക്ക് ഓരോരുത്തരെ ആകർഷ്ടരാക്കി കൊണ്ടുവരികയാണ്. ഇപ്പോൾ അനിൽ ആൻ്റണി വന്നു, ഈ പറയുന്ന സുരേഷ് ഗോപി വന്നു, ദേവൻ വന്നു, കൃഷ്ണകുമാർ വന്നു, ശ്രീധരൻ വന്നു. ഈ വരുന്ന ആളുകളൊക്കെ എന്ത് ഹൈപ്പായിരുന്നു അവർക്ക്, ഭയങ്കര ഹൈപ്പല്ലേ വരുമ്പോൾ. ഇതിലൂടെ ക്രിസ്ത്യൻസ് മുഴുവൻ വരുന്നു, മുസ്ലിംസ് മൊത്തം വരുന്നു, ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ഞങ്ങൾക്കൊപ്പാവുന്നു, ഞങ്ങൾ കേരളം പിടിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഈ BJP നേതാക്കൾ പറയാം. ഈ വന്ന ആളുകളെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഒരു ദാക്ഷിണ്യവുമില്ലാതൊരു തൊഴിയാണ്. ഇപ്പൊ PC ജോർജ് BJPയിലേക്ക് വന്ന സമയത്ത് എന്തായിരുന്നു? PC ജോർജ് പണ്ട് തിരുവനന്തപുരത്ത് പോലീസ് പിടിച്ചോണ്ട് ഇവിടെ വന്ന് പിടിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ വെണ്ണല ക്ഷേത്രത്തിലെ, ആ ക്ഷേത്രത്തിന് മുമ്പിൽ വെച്ചിട്ടാണ്, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞായിരുന്നു, അതായത് വെണ്ണല ക്ഷേത്രത്തിന്റെ പരിധിയിൽ വെച്ചിട്ടാണ്, അത് അവിടെ നടന്ന അവിടെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്, ഒരു ക്ഷേത്ര മൈതാനിയിൽ വെച്ചിട്ടാണ് PC ജോർജ് യൂസഫ് അലി ലുലുമാൾ തുടങ്ങിയത് മറ്റു മതത്തിൽപ്പെട്ട ആളുകളുടെ കാശടിച്ചു മാറ്റാനുള്ള മറ്റേ അജണ്ടയുടെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ മറ്റു മതക്കാരെ അന്ത്യകരിക്കാൻ വേണ്ടി തുള്ളിമരുന്ന് ഇറ്റിച്ചു കൊടുക്കുന്നതാണെന്ന് PC ജോർജ് പറഞ്ഞത് അമ്പലത്തിന്റെ മുമ്പെന്നാണ്. മനസ്സിലായോ? അതുപോലെ എന്താ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം എന്ന് പറഞ്ഞൊരു പരിപാടി, ഇവിടെയും PC ജോർജ് ഇതുപോലത്തെ കുറേ വൃത്തികൾ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് PC ജോർജിനെ പിടിച്ചോണ്ട് പോയി, പോലീസ് പിടിച്ചു, ജയിലിലിട്ടില്ല. അതിന് മുമ്പ് ജാമ്യം കിട്ടി. ആരോഗ്യ കാരണങ്ങൾ പറയാം, 80 വയസ്സായി, വൃക്ക തകരാറോ, കിട്ടി തകരാറോ, ഹൃദയ തകരാറോ, അവിടെ മെഴുകി. ജഡ്ജിയുടെ മുമ്പിൽ PC ജോർജിൻ്റെ ടീമും, അതായത് പുറത്ത് PC ജോർജ് ഞാൻ അതാണ് മറ്റേതാണ് മറിച്ചതാണ് വടിവാളൊക്കെ എടുത്ത് കാണിക്കുന്നൊക്കെ പറയുമെങ്കിലും ജഡ്ജിയുടെ മുമ്പിൽ കരച്ചിലും മെഴുകലായിരുന്നു. അയ്യോ, മറ്റേ ആടിലെ പോലീസിന്റെ മുമ്പില് ചെമ്പൻ വിനോദ് നിന്ന് കരയുന്നൊരു സീനുണ്ടല്ലോ, ഹൈ റേഞ്ച് ഹക്കീം, അത് തന്നെയാണ്. ഈ TG മോഹൻദാസും അത് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ കിടന്ന് വലിയ, ഇന്നിപ്പോ TG മോഹൻദാസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞാനതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. ഒന്നുമല്ല, പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കിട്ടുകിട്ടാ വിറക്കിയായിരുന്നു. അതിൽ ചില പോലീസുകാർ മറ്റു സുഹൃത്തുക്കളോട് പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു, ഇയാൾ സ്റ്റേഷനിൽ തന്നെ തോണ്ടി ചോദിക്കാത്ര പോലീസുകാരോട്, ഇത് വലിയ വിഷയമാവോ, ഏത് വകുപ്പിടും, വിറച്ചിട്ട് ഇങ്ങനെ വിറയാന്ന്. ഒരു ക്യാമറക്കാരെ കാണുമ്പോൾ ചിരിക്കുമെങ്കിലും ഉള്ളിൽ കരച്ചിലായിരുന്നു. ഈ പറയുന്ന ഇയാള് TG മോഹൻദാസ് വണ്ടിക്കകത്തിരുന്ന് വിയർക്കുന്നു, തുടയ്ക്കുന്നു, വിറയാണ്, ഭയങ്കര പേടിച്ച് ആലില പോലെ വിറക്കിയായിരുന്നു TG മോഹൻദാസ് എന്ന് പറഞ്ഞത്. എന്നിട്ട് ചാനലുകാരെ കണ്ടപ്പോൾ ചിരിച്ചിട്ട് എനിക്കൊന്നും പറ്റില്ല. ഇന്ന് വീഡിയോ ഇട്ടിരിക്കുകയാണ്, ഞാനതൊക്കെ ആസ്വദിക്കുകയായിരുന്നു. എവിടെ ജാമ്യാപേക്ഷ കൊടുത്തതിൻ്റെ അകത്ത് മുഴുവൻ പറയുന്നത് മറ്റേ മാപ്പിരക്കുന്ന പോലത്തെ പരിപാടിയാണ്.
എനിക്ക് പ്രായമായി, എനിക്ക് അസുഖമുണ്ട്, അതെ. എന്നെ വെറുതെ വിടണം എന്നുള്ള ടൈപ്പാണ്. അത് തന്നെ പി സി ജോർജ് ചെയ്തത്. അപ്പം ഈ പി സി ജോർജിനെ കൊണ്ടുവരുന്ന സമയത്ത് BJPയുടെ കെ സുരേന്ദ്രൻ, വി മുരളീധരൻ ഇവരൊക്കെ ഭയങ്കര ആഹ്ലാദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജയ് വിളിച്ച് പി സി ജോർജിനെ കൊണ്ടുവന്നതാണ്. പി സി ജോർജ് ആ സമയത്ത് ഭയങ്കര വയലന്റ് ആയിരുന്നു മുസ്ലിങ്ങൾക്കെതിരെ. ജനൻ ടി വിയിൽ ചർച്ചയ്ക്ക് പോയിട്ട് മുസ്ലിങ്ങൾ മുഴുവൻ രാജ്യസ്നേഹമില്ലാത്തവരാണ്, ഇവരൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുന്നത് പച്ചയായിട്ട് പറഞ്ഞതാണ്. അതിന്റെ പേരിൽ പിന്നെ ഒരു കേസ് വന്നു. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ അറമ്മാദിച്ച് ആർത്തുല്ലസിച്ച് വർഗീയത ആളിക്കത്തിച്ച് BJPയുടെ യോഗങ്ങളിലൊക്കെ വൈബ്രൻ്റായി നിന്ന പി സി ജോർജ് ഇപ്പോൾ എവിടെ പോയി? പി സി ജോർജിനെ ഒരു വേദിയിലേക്ക് പോലും ഇപ്പോൾ BJP വിളിക്കുന്നില്ല എന്നുള്ളതാണ്. ഷോൺ ജോർജ് തോറ്റതോടെ ഷോൺ ജോർജിനെയും BJP കളഞ്ഞു, കൈവിട്ടു. എത്ര നേതാക്കളാണ് ഈ ചുരുങ്ങിയ കാലം കൊണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ആ പണി മടുത്തിട്ട് സിനിമയിലേക്ക് പോകണം എന്ന് പറയുന്നത്? അദ്ദേഹത്തിന് ഒരു നേട്ടവുമില്ല. അതിനിടയിലൂടെ ഇവിടെ കള്ളപ്പണം വരുന്നുണ്ടെന്ന് വാർത്ത വരുന്നു, കൊടകര കുഴൽപ്പണം വരുന്നു, പി സി ജോർജ് തന്നെ തൻ്റെ മണ്ഡലത്തിലേക്ക് കോടികൾ വന്നു എന്ന് പറയുന്നു, തിരുവനന്തപുരം ജില്ലയിലടക്കം കോടികൾ ഒഴുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് വേറൊരു വശത്ത്. അപ്പം ഞാൻ പറയുന്നത് ഈ കാര്യങ്ങളിലൊക്കെ BJPയെ വിശ്വസിച്ച് സ്വന്തം ജോലിയും ജീവിതവും ഉപജീവന മാർഗവും ഐഡന്റിറ്റിയും കളഞ്ഞ് ഒരുപാട് നേട്ടമുണ്ടാകുമെന്ന് കരുതി BJPയിലേക്ക് വന്ന സകലർക്കും നല്ല ചിമിട്ടം പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണേണ്ട കാര്യം. ഇപ്പം ഇവിടെ സംഭവിച്ചു അതാണ്. എന്നാൽ അതേസമയം നോക്കുക, BJPയെ വിശ്വസിച്ച് കാലങ്ങളായി തൻ്റെ 8ാം ക്ലാസ് മുതൽ സംഘപ്രവർത്തകയായി സജീവമായി BJPക്ക് വന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ പാലക്കാട് അവർ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നൊരു ഘട്ടം വന്നപ്പോൾ ഒപ്പമുള്ളവർ തന്നെ പൈസ വാരി എറിഞ്ഞ് അത് ചാനലുകാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചപ്പെടുത്തി അവർ തോറ്റുപോയി. ഒരു പക്ഷേ അവിടെ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രനെ തോൽപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒപ്പമുള്ളവർ ഇടപെട്ടു എന്ന പരാതി, ആരോപണം സജീവ ചർച്ചയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് കേരള BJPയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കോമഡികളും കൂട്ടയടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷം ഇതൊക്കെ മാറും, കേരള BJP രക്ഷപ്പെടും, അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. അങ്ങനെ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കേരളത്തില് പണ്ട് പ്രളയം വന്ന ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചൊരു അത് മാത്രമോ? അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ പണ്ട് ശബരിമല സമരം നടന്ന സമയത്ത് അന്ന് ശ്രീധരൻ പിള്ളയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ BJPയുടെ. ശബരിമല സമരം നടക്കുന്ന അന്ന് പത്തനംതിട്ടയിൽ ഒരു യുവാവല്ല ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരാൾ സ്കൂട്ടർ അപകടത്തിൽ മരിച്ചു. അത് പോലീസുകാർ തള്ളിയിട്ട് കൊന്നതാണെന്ന് പറഞ്ഞ് ഹർത്താൽ നടത്താൻ ആഹ്വാനം ചെയ്ത ആളാണ് ഈ PS ശ്രീധരൻപിള്ള. പിന്നെ അദ്ദേഹം ഗവർണറായി. നോക്കാം, ഇവരുടെയൊക്കെ പദവികളും ഇവരുടെ പറയച്ചിലും ഇതൊക്കെ അർഹതയില്ലാത്തവർക്ക് അംഗീകാരങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന പാർട്ടിയാണ് BJP എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ BJP ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് കരുതിയ BJPയെ സ്നേഹിക്കുന്ന അണികളുണ്ട്, BJPയെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഫണ്ട് കക്കുക, തമ്മിലടിക്കുക, അർഹതയില്ലാത്തവരെ തിരുത്തി കളിക്കുക, ഗുണ്ടായിസം കളിക്കുക. ആ കാപ്പ കേസ് പ്രതിക്ക് വേണ്ടിയിട്ട് അവിടെ വലിയ മുറവിളി നടക്കുക. അത് സുഗതൻ എന്ന് പറയുന്ന കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി തിരുവനന്തപുരം മേയർ VV രാജേഷ് വലിയ ഒച്ചപ്പാടെടുക്കുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ ചാനൽ ഏഷ്യാനെറ്റ് സുഗതനെതിരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ചൊല്ലി BJPക്കുള്ളിൽ വേറെ അടി നടക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല. ഇവർ തമ്മിൽ എന്തൊക്കെയോ അധികാര വടംവലികൾ നടക്കുന്നു. അതിനിടയിൽ കുറേ കോടികൾ എങ്ങനെയൊക്കെയോ വരുന്നു, ഇവിടേക്കൊക്കെ പോകുന്നു. അതിനിടയിൽ പലരും അധികാരം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന പലരും നിരാശരാകുന്നു. വലിയ അധികാരം ഉണ്ടായിരുന്ന പലരും ഒറ്റയടിക്ക് താഴെ പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ ചളമായിക്കൊണ്ടിരിക്കുകയാണ് കേരള BJP. ഇപ്പോൾ ഞാൻ പറഞ്ഞ അനിൽ ആന്റണിയുടെ കാര്യം പറഞ്ഞില്ല, അദ്ദേഹം വന്ന് വരുന്നതിലൂടെ ക്രിസ്ത്യൻസിൻ്റെ ഒഴുക്കായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ അടുത്താണ് BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പരിപാടിയെ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ഇവർ ഈ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തും, ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകർ ഞങ്ങളാണ്. അപ്പം അതിന് മുമ്പാണ് അബ്ദുള്ള കുട്ടിയെ മുസ്ലിങ്ങളെ പ്രതിയായിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് സ്നേഹം ഞങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അതും അവസാനിപ്പിച്ചു. എന്നിട്ട് PC ജോർജിനെ കൊണ്ട് മുസ്ലിങ്ങളെ ചീത്ത ഒളിപ്പിക്കുന്നു. ഇവരെ സംബന്ധിച്ച് മൊത്തം ജനങ്ങളെ പറ്റിക്കലാണ്. ഒപ്പം നിൽക്കുന്ന അണികളെ പോലും ചതിക്കുന്ന പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPക്ക് അതുപോലെ തന്നെ കാലങ്ങളായി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെ അവഗണിക്കുക, അവരെ മാറ്റി നിർത്തിയിട്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഓരോരുത്തരെ കൊണ്ടുവരിക. ഇപ്പോൾ ഈ പറയുന്ന അഖിൽ മാരാർ, അയാൾ NDA ആണ്, BJP അല്ല NDA ആണ്. പക്ഷെ BJPയുടെ ഈ പറയുന്ന BJPയുള്ള മുന്നണിയിലാണ്. അയാളെ കൊണ്ടുവന്ന എന്തിനായിരുന്നു എന്നല്ല ഇപ്പോൾ വലിയ ചോദ്യമുണ്ട്. തൃപ്പൂണിത്തറയും തൃക്കാക്കരയും ഒക്കെ എന്തിനാണ് 2020 കൊടുത്തത്? അത് പൈസ വാങ്ങിച്ചിട്ട് സീറ്റ് വിറ്റതാണെന്നുള്ള ആരോപണമുണ്ട്. അപ്പം ഞാൻ പറയുന്നത് കേരള BJPയുടെ നേതാക്കൾ തിരുത്താനോ നന്നാവാനോ തയ്യാറല്ല എന്ന് അണികൾ വിശ്വസിക്കുകയാണ്. അണികൾക്കുള്ളിൽ ഇപ്പോൾ കൃത്യമായിട്ട്
അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. നാട്ടുകാർക്ക് കൂട്ടം കൂടി ഇരുന്ന് ചിരിക്കാം. അതിലേക്ക് തരം താണിരിക്കുന്നു BJP കേരളത്തിൽ എന്നാണ് പറയാനുള്ളത്.